നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കേരളത്തിലെ കോൺഗ്രസ് പുനഃസംഘടന കീറാമുട്ടിയായി തുടരുകയാണ്. KPCC പ്രസിഡന്റ് ഇടത്തോട്ട് വലിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് വലത്തോട്ട് വലിക്കുന്നു. ചുരുക്കത്തിൽ ഇടത്തും വലത്തുമില്ലാതെ പാർട്ടി സ്തംഭനാവസ്ഥയിൽ നിൽക്കുന്നു. 8 DCC അധ്യക്ഷന്മാരെ ഉടൻ തന്നെ മാറ്റണമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെടുന്നത്. DCC പ്രസിഡന്റുമാരെ ഇപ്പോൾ മാറ്റിയാൽ പാർട്ടിയിൽ കൂട്ടയാടി നടക്കുമെന്നും അത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ഗുരുതരമായി ബാധിക്കുമെന്നും അതുകൊണ്ട് DCC അധ്യക്ഷന്മാരെ ഇപ്പോൾ മാറ്റേണ്ടെന്നുള്ള നിലപാടിലാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. എന്നാൽ 40ഓളം KPCC ജനറൽ സെക്രട്ടറിമാരെ നിയോഗിക്കാതെ നിയമിക്കാതെ KPCCയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകില്ലെന്നും അദ്ദേഹം ഇതിനിടയിൽ പറയുന്നുണ്ട്. KPCC ജനറൽ സെക്രട്ടറിമാരെയും KPCC സെക്രട്ടറിമാരെയും ഉടൻ തന്നെ വയ്ക്കണമെന്നാണ് സണ്ണി ജോസഫ് പറയുന്നത്. എന്നാൽ KPCC ജനറൽ സെക്രട്ടറിമാരെയും വയ്ക്കാൻ പ്രതിപക്ഷ നേതാവ് സമ്മതിക്കുന്നില്ല എന്നുള്ള പരാതി ഉയരുന്നു. അദ്ദേഹത്തിന് DCC പ്രസിഡന്റുമാരെ മാറ്റണം. സണ്ണി ജോസഫ് പറയുന്നു DCC പ്രസിഡന്റുമാരെ മാറ്റേണ്ട, പകരം KPCC ജനറൽ സെക്രട്ടറിമാരെയും അപ്പോയിന്റ് ചെയ്യണം. ചുരുക്കത്തിൽ വെള്ളത്തിലുമില്ല കരയ്ക്കുമില്ല എന്നുള്ള അവസ്ഥയിലാണ് കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോൾ. രാഹുൽ ഗാന്ധിക്ക് നിരവധി പരാതികളാണ് ദിനംപ്രതി കേരളത്തിൽ നിന്ന് ലഭിക്കുന്നത്. ഈ പരാതികളെല്ലാം വലിച്ചുകൂരി കൊട്ടയിലിട്ട് മണ്ണെണ്ണയൊഴിച്ച് കത്തിക്കുകയാണ് AICC ആസ്ഥാനത്ത്. ഒരുത്തനും പരാതിയുമായി ഇങ്ങോട്ട് വരണ്ട എന്നും വരുന്ന പരാതിയെല്ലാം താനിവിടെ മണ്ണെണ്ണയൊഴിച്ച് കത്തിക്കുകയാണെന്നുമാണ് രാഹുൽ ഗാന്ധി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളോട് പറയുന്നത്. കാരണം രാഹുൽ ഗാന്ധിക്ക് കേരളത്തിലെ കോൺഗ്രസിൻ്റെ കാര്യം മാത്രം നോക്കുകയല്ല പണി. അദ്ദേഹത്തിന് അഖിലേന്ത്യാ തലത്തിൽ വലിയ ജോലികളുണ്ട്. കേരളത്തിലെ വിഷയങ്ങളെല്ലാം കേരളത്തിൽ തന്നെ തീർക്കണമെന്ന് KC വേണുഗോപാൽ വഴി രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും കർശന നിർദ്ദേശം നൽകിയിരുന്നതുമാണ്. എന്നാൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പൊതു സ്വഭാവമുണ്ടല്ലോ, ഞണ്ടിൻ്റെ സ്വഭാവമാണ്. ഒരു ഞണ്ട് മുകളിലേക്ക് കയറി പോകുമ്പോൾ അടുത്ത ഞണ്ട് കാലിൽ പിടിച്ച് വലിക്കും. അങ്ങനെ ഒരു ഞണ്ടിനെയും മുകളിലേക്ക് വിടാൻ അനുവദിക്കില്ല. അത്തരത്തിലുള്ള ഞണ്ടുകളുടെ കൂട്ടമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മുഴുവൻ. ഒരു പരിപാടിയും നടക്കാൻ അവർ സമ്മതിക്കുകയില്ല. ജനറൽ സെക്രട്ടറിമാരെ അപ്പോയിന്റ് ചെയ്യാനോ DCC അധ്യക്ഷന്മാരെ അപ്പോയിന്റ് ചെയ്യാനോ ഒന്നും ഒരു നേതാവും മനസ്സുകൊണ്ട് സമ്മതിക്കുന്നില്ല. പഴയ യൂത്ത് കോൺഗ്രസ് നേതാക്കളെല്ലാം KPCC ഭാരവാഹികളായി മാറുമെന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇവരാരെയും KPCCയിൽ വച്ചിട്ടില്ല. ഏതാണ്ട് 4-5 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പുനഃസംഘടനയല്ലാതെ ഒന്നും നടന്നിട്ടുമില്ല. എന്നാൽ ഇപ്പോൾ പുനഃസംഘടന നടത്തിയാൽ കൂട്ടയാടി നടക്കും. അതോടുകൂടി വരുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടി നക്ഷത്രമെണ്ണും. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഒരു പുനഃസംഘടനയും വേണ്ട എന്നാണ് ചില നേതാക്കൾ പറയുന്നത്. KPCC അധ്യക്ഷന് ജനറൽ സെക്രട്ടറിമാരെ വയ്ക്കണം, പ്രതിപക്ഷ നേതാവിന് DCC പ്രസിഡന്റുമാരെ മാറ്റണം. ഇത് രണ്ടും നടക്കുന്ന മട്ടില്ല. ചുരുക്കത്തിൽ കേരളത്തിലെ കോൺഗ്രസ് വീണ്ടും ചക്കളത്തി പോരാട്ടത്തിൻ്റെ അങ്ങേയറ്റത്ത് എത്തി നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വരുന്നു എന്നുള്ള യാതൊരു ധാരണയും ഈ നേതാക്കൾക്ക് ആർക്കുമില്ല. 3 മാസം കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പും വരികയാണ്. പാർട്ടിയുടെ അടിമുടി അഴിച്ചുപണിത് വളരെ സജ്ജരാക്കി മുന്നോട്ട് പോകേണ്ട സമയത്ത് പരസ്പരമുള്ള തൊഴുത്തുകുത്തിൽ അഭിരമിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വമാകെ. ഒരു കാര്യം തീരുമാനിച്ച് ഉറപ്പിച്ച് നടപടിയെടുക്കാൻ ഇവർക്ക് ആർക്കും കഴിയുന്നില്ല. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളും കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയും AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയും എല്ലാം തെക്ക് വടക്ക് നടക്കുകയാണ്. അവർക്ക് പ്രത്യേകിച്ച് ഒരു നിർദ്ദേശവും വയ്ക്കാനുമില്ല. കോൺഗ്രസിനെ പുനഃസംഘടിപ്പിച്ച് മുന്നോട്ട് പോയി വരുന്ന തെരഞ്ഞെടുപ്പിൽ നേട്ടങ്ങൾ കൊയ്ത് ഭരണത്തിലേറണമെന്ന് മാത്രം ആർക്കും ചിന്തയില്ല. ജനങ്ങൾ വോട്ട് ചെയ്ത് തങ്ങളെ വിജയിപ്പിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ആക്കിക്കോട്ടെ എന്നുള്ള ധാരണയിലാണത്രേ കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും ഇരിക്കുന്നത്. അതുകൊണ്ട് പുനഃസംഘടനയൊന്നും തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയുമില്ല. എന്നാൽ VD സതീശൻ പറയുന്ന പോലെ ഇപ്പോഴത്തെ DCC പ്രസിഡന്റുമാരെ വച്ചും പോയി കഴിഞ്ഞാൽ 8 ജില്ലകളിൽ പാർട്ടിക്ക് വട്ടപൂജ്യമായിരിക്കും ലഭിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏറെക്കുറെ അത് ശരിയാണ് താനും. യാതൊരു തരത്തിലുള്ള പുനഃസംഘടനയും നടക്കാതെ, യാതൊരു തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും ആരംഭിക്കാതെ കോൺഗ്രസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. ഒരു കാര്യപരിപാടിയും സർക്കാരിനെതിരെയുള്ള പ്രതിഷേധ പരിപാടികൾ ഉൾപ്പെടെ ഒന്നും തന്നെ ക്രിയാത്മകമായി ചെയ്യാൻ സംസ്ഥാന കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സണ്ണി ജോസഫ് പ്രസിഡന്റായിട്ടും കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഇതിലും ഭേദം K സുധാകരനാണെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്തു. ഏതായാലും പ്രതിപക്ഷ നേതാവ് ഒരു വശത്തും KPCC അധ്യക്ഷൻ മറുവശത്തുമായി അംഗത്തിന് മൂർച്ച കൂട്ടുമ്പോൾ കോൺഗ്രസ് പാർട്ടി വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ്. കാരണം 6 മാസങ്ങൾക്കുള്ളിൽ വിധി നിർണായകമായ 2 തെരഞ്ഞെടുപ്പുകൾ വരുന്നു. ആ തെരഞ്ഞെടുപ്പുകളിലെ തന്ത്രങ്ങൾ ഏത് രീതിയിൽ ആവിഷ്കരിക്കണമെന്ന് ഇതുവരെ പാർട്ടി ചർച്ച ചെയ്യുകയോ അതിനുള്ള രൂപരേഖ തയ്യാറാക്കുകയോ ചെയ്തിട്ടില്ല.